നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻപെങ്ങും കാണാത്ത വിധം ഇപ്പോൾ KSUവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് UDFിലെ മുതിർന്ന നേതാക്കളൊക്കെ. അതായത് മുൻപ് പിണറായി വിജയന്റെ 10 വർഷക്കാലത്ത് തെരുവിൽ കിടന്ന് KSUക്കാർ ചോര തുപ്പി വീണപ്പോഴും വളഞ്ഞിട്ട് തല്ലു മേടിച്ചു കൂട്ടിയപ്പോഴും ഒന്നും മുതിർന്ന നേതാക്കൾ ഇങ്ങനെ അങ്ങ് KSUവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രംഗത്തേക്ക് വന്നിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി KSUവിന് വേണ്ടി നേതാക്കന്മാർ അങ്ങ് കൈമൈ മറന്ന് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേദിയിലും KSUവിനെ ചേർത്ത് പിടിക്കുന്ന മുതിർന്ന നേതാക്കളെ നമ്മൾ കണ്ടു. അതായത് മുഖ്യമന്ത്രി VD സതീശൻ KSUവിനെ തള്ളിപ്പറഞ്ഞു, KSUവിനെ അപമാനിച്ചു എന്ന വലിയ ഒരു വിമർശനം, ഒരു പൊട്ടിത്തെറി ഇപ്പോൾ UDFിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDFിലെ നേതാക്കളൊക്കെ VD സതീശന്റെ നിലപാടിനെയും നടപടിയെയും അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ KSUവിനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ രംഗത്തേക്ക് വരുമ്പോൾ VD സതീശനിട്ടുള്ള പണി കൊടുക്കാൻ ഒരു കൂട്ടം നേതാക്കൾ ഒന്നിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ വ്യക്തമാകുന്നത്. അതായത് ഒരു പണി VD സതീശനിട്ട് കൊടുക്കാൻ ഒരു കൂട്ടർ നീക്കം തുടങ്ങി എന്നുള്ളതാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള വേദിയിൽ ആ ഒരു ചടങ്ങിൽ കയറി നിന്ന് VM സുധീരൻ ഇന്നൊരു പരിപാടി ഒപ്പിച്ചു. അതായത് VD സതീശൻ ഒരു പരിപാടിക്ക് ചെന്ന് കയറിയപ്പോൾ മൈൻഡ് പോലും ചെയ്തില്ല KSUവിന്റെ നേതാവ് അലോഷ്യസ് സേവിയറിനെ. ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ VM സുധീരൻ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അലോഷ്യസ് സേവിയറിനെ അഭിനന്ദിക്കുകയായിരുന്നു. അതായത് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിലപാടുകൾ ആരുടെയും മുഖത്ത് നോക്കി പറയണം എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് VD സതീശനിട്ടുള്ള ഒരു കൊട്ടുകൂടിയാണ് VM സുധീരൻ കൊടുത്തത്. അതായത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ എത്തിയിരുന്നു. എന്നാൽ വേദിയിൽ അലോഷ്യസിന് ഒരു കസേര പോലും ആരും കൊടുത്തില്ല. സ്റ്റേജിന് താഴെ എത്തി സ്വന്തമായി ഒരു കസേര വലിച്ചിട്ട് അലോഷ്യസ് സേവിയർ അവിടെ ഇരിക്കുകയായിരുന്നു. ഉടനെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അലോഷ്യസിനെ വിളിച്ചു. നിലപാടുകൾ ആർജവത്തോടെ പറയുന്ന നേതാവാണ് ഇദ്ദേഹമെന്ന് സുധീരൻ അവിടെ വെച്ച് പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ വെച്ച് സുധീരൻ ഇങ്ങനെ ഒരു പണി കാണിച്ചത് അതൊട്ടും ശരിയായില്ല എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുകളും വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഒരുപാടുണ്ടാകും, പക്ഷെ അതൊരു പൊതുവേദിയിൽ കാണിക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ VM സുധീരന് പലരും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ VD സതീശനിട്ടൊരു പണി കൊടുക്കാൻ VM സുധീരൻ കാത്തിരിക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങളൊന്നും മൂപ്പര് പാഴാക്കാറുമില്ല. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ KSUവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ വളഞ്ഞിട്ട് തല്ലുകയാണ് ഒരു കൂട്ടം നേതാക്കൾ. KC വേണുഗോപാൽ തന്നാലാകുന്ന വിധം VD സതീശനിട്ട് പണി കൊടുക്കുകയും ചെയ്തു. അതായത് അങ്ങനെ ഒരു കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും KSUവിനെ തള്ളിപ്പറയില്ല, അത് ഒരു നല്ല രീതി അല്ല എന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചതും VD സതീശനിട്ട് കൊട്ടുകൊടുത്തതാണ്. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിലായിരുന്നു KSU അധ്യക്ഷൻ അലോഷ്യസ് സേവിയറിനെ അവഗണിച്ചതായിട്ടുള്ള പരാതി ഉയർന്നു വന്നത്. വേദിയിൽ അദ്ദേഹത്തിന്റെ പേര് സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചെങ്കിലും ഇരിപ്പിടം നൽകിയിരുന്നില്ല. തുടർന്ന് അദ്ദേഹം സ്വയം കസേരയെടുത്ത് വേദിക്ക് തൊട്ടടുത്ത് താഴെയായിട്ടിരിക്കുകയായിരുന്നു. ഈ സംഭവം കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയാക്കി വിട്ടു. അത് ചർച്ചയായത് എപ്പോഴാണ്? വേദിയിലേക്ക് വിളിച്ചു വരുത്തി VM സുധീരൻ കൈ കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തി അലോഷ്യസിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതും നിലപാടുകൾ ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള നേതാവാണ് ഇയാളെന്ന് പറഞ്ഞതോടും കൂടിയാണ് ഇതൊരു വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ പലയിടത്തായിട്ട് കോൺഗ്രസ് UDFകാരൊക്കെ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ അവിടെയൊക്കെയും ഇവരുടെ ഈ കുത്തിത്തിരിപ്പുകളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഒരു നേതാവിന്റെ, വലിയൊരു നേതാവിന്റെ, അതായത് പാർട്ടി ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പഠിപ്പിച്ച ഒരു നേതാവിന്റെ, അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ പോയി നിന്നുകൊണ്ടാണ് ഇതുപോലെ പരസ്പരം കുത്തുകയും മലർന്നു കിടന്ന് തുപ്പുകയും ചെയ്യുന്ന ഒരു നടപടി നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങേയറ്റം മോശമായി പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ പോലും അപമാനിക്കുന്ന തരത്തിലായി പോയി നിങ്ങളുടെ ഈ പ്രവർത്തികൾ എന്നാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന നേതാക്കൾ ഓരോരുത്തരും KSUവിന് വേണ്ടി അങ്ങ് വാതോരാതെ സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ ഈ പറയുന്ന KSUക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടപ്പോൾ എവിടെയായിരുന്നു നേതാക്കന്മാർ എന്ന് ചോദിക്കാതെ തരമില്ല. KSU പ്രവർത്തകർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട വേദിയിലാണ് ആദ്യം ഉന്നയിക്കേണ്ടത്.
ആദ്യം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ജനങ്ങളാകെ പ്രതീക്ഷയോടെ കാണുന്ന സർക്കാരാണിത്. നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ അലോസരങ്ങൾ ഉണ്ടാകരുത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ശ്രമിക്കും. പാർട്ടി പ്രവർത്തകർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആരും ചെയ്യരുതെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. അതായത് ഈ വിഷയം സംഘടനയ്ക്കുള്ളിൽ പറയണമെന്ന് പറഞ്ഞ KC വേണുഗോപാലും പറഞ്ഞു വെച്ചത് ഇതൊരു അങ്ങാടി പാട്ടിനും അങ്ങാടി തല്ലിനും വഴിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് KCയുടെ പ്രതികരണങ്ങളൊക്കെ. അങ്ങനെ ആരും KSUവിനെ തള്ളി പറയേണ്ട എന്നൊക്കെ ഒരു കടുപ്പിച്ച മറുപടി കൂടിയായിരുന്നു KC വേണുഗോപാൽ എടുത്തത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSUവിനെ പരസ്യമായി തള്ളിയ മുഖ്യമന്ത്രി VD സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിമർശിച്ചും ഒക്കെയാണ് ഇപ്പോൾ നേതാക്കൾ കളം നിറയുന്നത്. നേതാക്കൾ രംഗത്ത് വന്നതോടെ കോൺഗ്രസിലെ കലാപം അത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. KSUവിനെ മറയാക്കി സർക്കാരിനെതിരെ KC വേണുഗോപാൽ പക്ഷത്തിന്റെ ഒളിപ്പോരാണ് നടക്കുന്നത് എന്നുള്ള ഒരു വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് നൽകുന്ന പരിഗണനയെങ്കിലും KSUവിന് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് KPCC വക്താവ് VR അനൂപിന്റെ പരാമർശം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രി സന്ദർശനത്തിന് സമയം കൊടുക്കാതിരുന്നതാണ് അനൂപിനെ ചൊടിപ്പിച്ചത്. അനൂപ് കുമ്പിടിയാകേണ്ട എന്നായിരുന്നു സതീശനെ പിന്തുണച്ചെത്തിയ KPCC ജനറൽ സെക്രട്ടറി BRM ഷഫീറിന്റെ മറുപടി. അതായത് ഈ വിഷയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് UDF നേതാക്കൾ. അതായത് കോൺഗ്രസുകാർ തന്നെ UDFകാർ തന്നെ പറഞ്ഞു വെക്കുകയാണ് RSSനാണ് VD സതീശൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. RSS നേതാക്കൾക്ക് കൊടുക്കുന്ന പരിഗണനയും പ്രാധാന്യവും കൂട്ടത്തിലുള്ളവർക്ക് കുറച്ചെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോൾ VD സതീശൻ ഇപ്പോൾ സംഘീഷനാണ് എന്ന് കൂട്ടത്തിലുള്ളവർ തന്നെ അങ്ങ് പറഞ്ഞു വെക്കുന്നു. സമരം ചെയ്തും ജയിലിൽ കിടന്നും പോരാടിയ ഒരു നേതാവിനും KSUവിനെതിരെ പറയാൻ കഴിയില്ല എന്ന് KC പക്ഷക്കാരായ ദീപ്തി മേരി വർഗീസും മറ്റു നേതാക്കളും പ്രതികരിച്ചു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാരാണ് എന്നത് ഓർമ്മ വേണമെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ MLAയും ലക്ഷ്യം വെച്ചത് മുഖ്യമന്ത്രി VD സതീശനെ തന്നെയായിരുന്നു. KSUവിനെ മുഖ്യമന്ത്രി അപമാനിച്ചതായി കരുതുന്നില്ല എന്ന് പറഞ്ഞ മന്ത്രി M ലിജു സതീശന് പിന്തുണയേകി രംഗത്ത് വന്നു. എല്ലാ കാര്യങ്ങളും KSUവിനോടും യൂത്ത് കോൺഗ്രസിനോടും ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റുമോ എന്നാണ് മന്ത്രി റോജി M ജോൺ ചോദിച്ചത്. മുഖ്യമന്ത്രിയെ വിമർശിച്ച കോൺഗ്രസ് വക്താക്കളായ ജിൻഡോ ജോണിനെയും VR അനൂപിനെയും ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം DCC ഭാരവാഹി രാജു P നായർ KPCC പ്രസിഡന്റിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ കൂട്ടയടി കഴിഞ്ഞിട്ട് വേണമല്ലോ പുറത്തേക്കുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നടപടികൾ എടുക്കാൻ. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കൂട്ടത്തിലുള്ള തമ്മിൽ തല്ല് തന്നെ തീർക്കാൻ നേരമില്ലാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും KSUവുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടരുമ്പോഴും KPCC നേതൃത്വം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയാണ്. ചില മന്ത്രിമാർ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നെങ്കിലും KPCC അധ്യക്ഷനും മറ്റു പ്രധാന നേതാക്കളും ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രിയും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. വിമർശനങ്ങൾ ക്രിയാത്മകമായിരിക്കണമെന്നും അതിന്റെ പേരിൽ പരിധി വിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല എന്നും മന്ത്രി AP അനിൽകുമാർ പ്രതികരിച്ചു. സതുദ്ദേശപരമായി വിമർശിക്കുന്നവരോട് ആരും യുദ്ധം ചെയ്യാനൊന്നും പോകാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. KSUവിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി K മുരളീധരൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും തടസ്സമില്ല. ഇതുപോലെ ജനകീയനായ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ പോയി അദ്ദേഹത്തെ ആർക്കും കാണാം. പ്ലീഡർ നിയമനത്തിൽ മറ്റ് പാർട്ടിക്കാർ ഉൾപ്പെട്ടു എന്ന ആക്ഷേപത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുൻപ് ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നത് അയോഗ്യതയാണോ എന്നായിരുന്നു മുരളീധരന്റെ മറുചോദ്യം. മുഖ്യമന്ത്രി KSU വിഷയം ഇപ്പോൾ KSUവിലും വലിയ ഒരു പിളർപ്പിന് വഴിവെച്ചിരിക്കുകയാണ്. അതായത് KSUവിലെ ഒരു വിഭാഗം അലോഷ്യസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അലോഷ്യസ് വിഭാഗം VD സതീശൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അലോഷ്യസിനെതിരെ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാൽ രംഗത്ത് വന്നിട്ടുണ്ട്. മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ചവരെയാണ് പ്ലീഡർമാരാക്കിയത്. പാർട്ടിക്കകത്ത് പരാതികൾ ഉന്നയിക്കാൻ അവസരമുണ്ട്. പരാതികൾ ആദ്യം മാധ്യമങ്ങളിൽ എത്തുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെന്നും കൃഷ്ണലാൽ ചോദിച്ചു. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൃഷ്ണലാൽ ഒരു കുറിപ്പ് പങ്കുവച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMന്റെയും BJPയുടെയും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ആർക്കുമില്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ ചിലർക്കെന്നും ജില്ലാ പ്രസിഡന്റ് ചോദിക്കുന്നു. അന്നൊന്നും KSUക്കാരന്റെയും യൂത്ത് കോൺഗ്രസുകാരന്റെയും അവസരം നഷ്ടപ്പെട്ടിട്ടില്ലേ? ഇന്ന് KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസുകാരുടെയും അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വാചാലരാകുന്നവർ അന്ന് എന്തേ മിണ്ടാതിരുന്നതെന്നും കൃഷ്ണലാൽ ചോദിച്ചു. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ കലാലയ രാഷ്ട്രീയത്തിൽ SFI ആയിരുന്നു
അല്ലെങ്കിൽ ABVP ആയിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി? അവർ മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയം പിന്തുടരുന്നവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗത്വമുള്ളവരെ, കോൺഗ്രസ് പ്രവർത്തകരുടെ കേസുകൾ വാദിക്കുന്നവരെ പ്ലീഡർമാരായി നിയമിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും കൃഷ്ണലാൽ ചോദിച്ചു. അവരുടെ മുൻകാല രാഷ്ട്രീയം പറഞ്ഞ് അവരെ ക്രൂശിക്കുന്ന പാരമ്പര്യമല്ല. മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ പാതയിലുള്ളവരെ സംരക്ഷിക്കുന്ന പാരമ്പര്യവും ചരിത്രവുമാണ് ഇക്കാലമത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ അനുഭാവികൾ ലിസ്റ്റിൽ ഇടം പിടിച്ചുവെന്ന് വാർത്ത വന്നപ്പോൾ അത് പരിശോധിക്കാൻ തയ്യാറാകുകയും അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമനം റദ്ദാക്കിയ നേതാവുമാണ് VD സതീശൻ. KSU നേതാക്കന്മാർക്ക് പാർട്ടിക്കകത്ത് പരാതികൾ ഉന്നയിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിലനിൽക്കെ നവമാധ്യമങ്ങളിൽ എന്തിന് വിഴുപ്പലക്കുന്നുവെന്നും കൃഷ്ണലാൽ ചോദിച്ചു. KSUവിന്റെ ഗ്രൂപ്പ് മാനേജർമാരായ ചില നേതാക്കന്മാരോട് ഏതെങ്കിലും നേതാവിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ഫേസ്ബുക്ക് താളുകളിൽ 4 എഴുത്തെഴുതിയാൽ താഴെ വീഴുന്നതല്ല കേരള മുഖ്യമന്ത്രിയും സർക്കാരും എന്നോർത്താൽ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൃഷ്ണലാൽ കുറിപ്പ് അവസാനിപ്പിച്ചത്. അതായത് സ്വന്തം പാർട്ടിയിൽ തന്നെ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ. VD സതീശൻ ധാർഷ്ട്യക്കാരനായി മാറുന്നു. ഇത് അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്നാണ് എല്ലാവരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.